നമ്മുടെ ജന അപ്രിയ നായകന്റെ 25ാമത്തെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച ഒരു സിനിമയാണ് ബബ്ബയ്ക്ക്. റിലീസിന് മുമ്പേ ഒടുക്കത്തെ ഹൈപ്പായിരുന്നു. പക്ഷെ റിലീസിന് ശേഷം ബബ്ബ ഊമ്പയായി മാറിയതാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ദിലീപേട്ടനൊപ്പം നമ്മുടെ ലാലേട്ടനും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഡിസംബർ മാസവും ലാലേട്ടനും അതൊരു ഒന്നൊന്നര കോംബോയാ. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു ഒന്നൊന്നര കാലമായിരുന്നു. എല്ലാ ഡിസംബറിലും ഒരു ഗുണ്ട്, അത് നിർബന്ധ. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ കുറച്ച് തലതെറിച്ച കൊച്ചുണ്ടാപ്പറികൾ റിച്ച് കിഡ്സിന്റെ അടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് ഒരു കൊണച്ച കഥ പറയാൻ തുടങ്ങും. ആ കൊണച്ച കഥയാണ് ഈ സിനിമ. കഥ പറയുന്ന കൊച്ചുണ്ടാപ്പറുകളുടെ ടീമിന്റെ പേരാണ് തളപതി ബോയ്സ്. ഇവന്മാരെ പോലെ ഉള്ളവന്മാർ കാരണമാണ് അങ്ങേര് അഭിനയം നിർത്തി ഇപ്പൊ വേറെ പരിപാടിക്ക് പോണത്. അപ്പൊ തളപതി ബോയ്സിന്റെ കഥ എന്താന്ന് വെച്ചാൽ, നാട്ടിന് ഒരു ഗുണവുമില്ലാത്ത ഒരുത്തൻ മുഖ്യമന്ത്രിയായി പദവിയേക്കും. ആ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടു പോവാൻ വന്നേക്കെയാണ് നമ്മുടെ പൊന്നേട്ടൻ. അതൊക്കെ പണ്ട്. ഓ, വ്യത്യസ്തൻ തന്നെ. അങ്ങനെ പൊന്നേട്ടൻ കരിക്കിന്റെ അകത്ത് വിമ്മ് കലക്കി മന്ത്രിക്ക് കൊടുക്കും. അത് കുടിച്ച് മന്ത്രിക്ക് ഓൺ ദ സ്പോട്ടിൽ തൂറി മെഴുകാൻ തോന്നും. തൂറാൻ മുട്ടുമ്പോ തറയിൽ തലകറങ്ങി വീഴുന്ന ഒരുത്തനെ ആദ്യമായിട്ടാ കാണുന്നേ. അപ്പിടാൻ മുട്ടുമ്പോൾ ഉടനെ അടുത്തുള്ള ടോയ്ലറ്റിൽ എത്തിക്കാൻ നോക്കാതെ കൂടെയുള്ള മരവുളകൾ മന്ത്രി കാറിൽ കയറ്റി കിലോമീറ്ററോളം സഞ്ചരിക്കും. ആ സമയം നോക്കി ഏട്ടൻ കാറിലുള്ള ബാക്കിയുള്ളവരെ അടിച്ചു പുറത്തിട്ട് മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ചെറിയ ബോംബെടുത്ത് പോലീസ് ജീപ്പിന്റെ അണ്ണാക്കിലേക്ക് ഇടും. ഇത്രയും പോലീസ് സന്നാഹം ഉണ്ടായിട്ടാണ് ഏട്ടൻ CM-നെ പണിക്കൊണ്ട് പോയത്. അതും ദേവ്ജിയെ പോലത്തെ ബഹുകില്ലാടികൾ നോക്കി നിൽക്കുന്ന സമയത്ത്. എനിക്ക് വേണമെങ്കിൽ അവൻ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല സർ. അപ്പൊ തട്ടിക്കൊണ്ടുപോയതിൽ അതിശയമൊന്നുമില്ല. കിളവനെ ഒരു മാറ്റവും ഇല്ല. ഏട്ടന്റെ കൂടെ തട്ടിക്കൊണ്ടുപോവാൻ കൂട്ടുനിൽക്കുന്നത് ദേണ്ട ഈ അമ്മച്ചിയാണ്. പടം കൂടുതൽ ഫണ്ണിയാക്കാൻ അമ്മച്ചിയുടെ നല്ല കിണ്ണൻ കാച്ചി ചളികൾ വാരി അങ്ങ് പൊത്തും. മോനെ, മുഖ്യമന്ത്രിയാ, സെക്രട്ടറി കൊണ്ട് കളയണേ. അപ്പോഴാണ് മന്ത്രിയുടെ മോൻ ചെന്നൈയിലെ പാട്ടിയടിയിൽ നിന്നും തൈര് സാദം എടുത്ത് വിഴുങ്ങിയിട്ട് നാട്ടിലേക്ക് വരുന്നത്. ഇത്തവണ ക്രിഞ്ചൊക്കെ വിട്ട് നല്ല മാസ് അവതാരത്തിലാണ് അവരാധിച്ചിരിക്കുന്നത്. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാ. പക്ഷേ അത് നികത്താൻ ഈ പുള്ളി വരും. Thunder vibe, the arrival of the man of intelligence. ഈ നിമിഷം മുതൽ എന്റെ റോൾ മോഡൽ. ഇനി no more cringe. Break all cliches, buddy. Okay sir. എന്താടാ, നിനക്ക് എവിടെയെങ്കിലും സുഖിക്കണ? എന്നിട്ട് ഏട്ടൻ അപ്പിടാൻ മുട്ടി നിൽക്കുന്ന മന്ത്രിയെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് തിയേറ്റർ ഒന്ന് ഇളക്കി മറിക്കാൻ നൈസായിട്ട് ഗില്ലിയുടെ BGM അങ്ങ് എടുത്തിടും. അങ്ങനെയും തിയേറ്റർ ഒന്ന് ഇളവി. സന്തോഷം. കുടിച്ച് 1 മണിക്കൂർ വരെ മുട്ടും, പക്ഷെ പോകും. ഇപ്പൊ കറക്റ്റ് 1 മണിക്കൂർ ഇനി പൊട്ടും. അതെന്ത് തരത്തിലുള്ള തൂറ്റലാണോ എന്തോ. ശേഷം ഏട്ടന്റെ രേഖാചിത്രം വരയ്ക്കാൻ ഒരുത്തൻ വരും. എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം. ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കാൻ പറ്റിയ ഫോട്ടോ. എന്താടാ ഒരു പൊടി കടങ്ങടാ. ഈ സിനിമയിലുള്ള എല്ലാരും ഭ്രാന്തന്മാരാണ്. പക്ഷേ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഈ വരച്ചവൻ ഒരു ബ്ലൈൻഡ് ആണ്. ആ ബ്ലൈൻഡ് എങ്ങനെ ദിലീപേട്ടന്റെ പടം വരച്ചു? എന്നിട്ട് ആ ബ്ലൈൻഡ് അളിയനെ പിടിച്ച് ഒരു സെല്ലിൽ ഇടും. ശേഷം ഏട്ടൻ ചെന്നൈ സ്റ്റാറിന് ഒരു കാസറ്റ് അയക്കും. അതിൽ പറയുന്നത് നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു കത്തിലെഴുതി ബസ് സ്റ്റാൻഡിന്റെ കാലിന്റെ ഇടയിൽ ഒരു വാന് കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടിടുന്ന എല്ലാ പ്രശ്നങ്ങളും മന്ത്രിയും ഏട്ടനും കൂടി തീർപ്പാക്കി തരുമെന്ന്. അങ്ങനെ ആ വാൻ കത്തുകൾ കൊണ്ട് നിറയും. ആ കത്തെടുക്കാൻ വരുന്നവരെ ഓൺ ദ സ്പോട്ടിൽ പൊക്കാനാണ് ചെന്നൈ സ്റ്റാറിന്റെയും ടീമിന്റെയും പ്ലാൻ. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് അവരെ നീക്കങ്ങൾ. ആരെയും അറിയിക്കാതെ വെറും ഒരു 200 പോലീസുകാരെയും കുറച്ച് മീഡിയക്കാരെയും ചേസ് ചെയ്യാൻ കുറച്ച് പോലീസ് ജീപ്പുകളും കുറച്ച് ബാരിക്കേഡ്സ് ഒക്കെ ആയിട്ട് വാൻ എടുക്കാൻ വരുന്നവനെ പൊക്കാൻ നിൽക്കുകയാണ് നമ്മുടെ കേരള പൗലോസും സംഘവും. ഇജാതി ഐഡിയ. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. എന്നിട്ട് മാസ് കാണിച്ച് വാൻ എടുക്കാൻ ഒരുത്തൻ വരും. അവനെ ഓൺ ദ സ്പോട്ടിൽ പോലീസ് അടിച്ചു ചവിട്ടി നൂത്തുവിടും. പിന്നെ ഫുൾ ചേസിംഗ് ആണ്. അതിന്റെ ഇടയിൽ റൺവേയുടെ ഒരു ഷോട്ട് അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഡയറക്ടർ സാർ സ്വന്തമായിട്ട് കയ്യിലൊരു കിണ്ടിയും ഇല്ലാതെയാണോ പടം പിടിക്കാൻ ഇറങ്ങി തിരിച്ചത്? അപ്പോഴാണ് വീണ്ടും ഒരു കൊല ട്വിസ്റ്റ്. ഈ പോലീസ് വേഷം കെട്ടി ചെന്നൈ സ്റ്റാറിന്റെ കൂടെ നിന്നവരും ഏട്ടന്റെ വലം കൈയായിരുന്നു. എന്നിട്ട് ഡയറക്ടർ സാർ ഒരു യന്ത്രത്തിൽ കുറച്ച് പടക്കങ്ങൾ വാരി നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതും വെച്ച് പൊന്നേട്ടൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കും. ശേഷം ലോകേഷ് കനകരാജിന്റെ തറമാണ സംഭവത്തിന്റെ നല്ല പറയായ കോപ്പിയടി.
ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ട് ഫൈറ്റ് നടക്കുമ്പോ ആരുടെ ബാക്കിൽ നിന്നും ബാണം വിട്ട് കളിക്കണേ? അങ്ങനെ ലോകേഷ് കനകരാജ് പണ്ടൽ നല്ല വൃത്തിക്ക് മുഞ്ചി. I will hunt you down. അയ്യോ. Humpty Dumpty sat down, tingle tangle little star. എന്നിട്ട് ചെന്നൈ സ്റ്റാർ ഏട്ടനെ ഒഴിച്ച് ഈ ലോകത്തുള്ള എല്ലാരെയും കറക്റ്റ് സമയത്ത് പൊക്കുന്നുണ്ട്. റീസെന്റ് എൻട്രിയാണ് ഈ കുട്ടിപ്പട്ടാളങ്ങൾ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് നിന്നെയൊക്കെ സൂപ്പാക്കി കളയും. അങ്ങനെ സൂപ്പാക്കിയ ഹ്യൂമൻ റൈസ് ഒക്കെ എന്തിനാ സാറേ? മാങ്ങ പറിക്കാനാ? എന്റെ ശ്രീകുട്ടനെ പോലെ തന്നെ തറുതല. ഇത്രയും വെറുപ്പിക്കലൊന്നും പോരാതെ തമിഴ്നാട്ടിലെ നമ്പർ 1 വെറുപ്പിക്കൽ നടനായ ദ ലെവനെ അങ്ങ് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഒരു കാര്യമില്ലാത്ത ഒരു പരിചയമില്ലാത്തതാ യവനെ ഏട്ടൻ അവസാനം വരെ കൊണ്ടു നടക്കും. എന്തിന്? ആരെ തോൽപ്പിക്കാൻ? ശേഷം ഏട്ടന്റെ തുരിഞ്ഞ ഫ്ലാഷ് ബാക്ക് പറയും. ഏട്ടൻ പണ്ട് കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏട്ടന്റെ മമ്മി മരിച്ചു പോകുന്നു. ആ സമയം കഴപ്പുമൂത്ത CM പറയും, എന്തൊരു പെണ്ണായിരുന്നല്ലേ ഇവള്. പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവളെ. ഇപ്പൊ കിട്ടിയാലും ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ അതേ CM കാരണം ഏട്ടന്റെ ഡാഡിയും മരിക്കും. അങ്ങനെ പകമൂത്ത് ഏട്ടന് ഭ്രാന്താവും. ആ ഒരു സീനയ്ക്ക് ഡയറക്ടർ സാർ വിജയുടെ മാസ്റ്ററിൽ നിന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭ്രാന്തമൂത്ത ഏട്ടൻ ജയിലിലാവും. അവിടെ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലിയിലെ അജിത്തിന്റേതു. എന്റെ പൊന്നു ഡയറക്ടറെ, കേരളത്തിലുള്ള ഏത് ജയിലിലാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ? അജിത്ത് ഗുഡ് ബാഡ് അഗ്ലിയിൽ ഇട്ടോണ്ടിരിക്കുന്നത് മലേഷ്യൻ ജയിലിലായോണ്ടാ. എന്റെ പൊന്നു മധുരി. പിന്നീട് ഏട്ടൻ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകും. എന്റെ പൊന്നു മക്കളെ, അങ്ങനെ സിനിമ അപരാധത്തിൽ നിന്നും കാട്ടപരാധത്തിലേക്ക്. ദില്ലി ബാല അല്ല, ഗില്ലി ബാല. ഗില്ലി ബാല. എന്ത് ഹൈപ്പാണോ ഇത്? നിർത്തറ ഇതിന്റെ എന്ത് ചെയ്യാനാശാനെ? ഞാൻ നടന്ന ഹൈപ്പ്, ഇരുന്ന ഹൈപ്പ്, തുമ്മിയാൽ ഹൈപ്പ്. അയ്യോ ദാരിദ്ര്യം. അങ്ങനെ കണ്ടുപഴകിയ സിനിമാ കഥകളിൽ അതേ കാര്യം അവിടെയും സംഭവിച്ചു. അതിങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നില്ല. ഈ സിനിമ മൊത്തം കണ്ടുപഴകിയ അവിഞ്ഞു പുഴുങ്ങിയ സാധനമാണെന്നറിയാം. സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. അതും നല്ല വൃത്തിക്ക് മൂഞ്ചി. പിന്നെ ഫാൻസിനെ ഒന്ന് സുഖിപ്പിക്കാൻ ഗില്ലി ബാലയെ എല്ലാരും കൂടി പൊക്കി അടിക്കും. അണ്ണനൊന്നും മുണ്ട് മടക്കി കുത്തിയ 1000 ലൈറ്റ്. അണ്ണനൊന്നും മുണ്ട് മടക്കി കുത്തിയ അങ്ങനെ ഗില്ലി ബാല പുള്ളിക്കാരന്റെ സാമ്രാജ്യം ഇന്നലെ കണ്ട ഈ പ്രാന്തനെ ഏൽപ്പിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഡോൺ ആവാൻ വേണ്ടി വണ്ടി കയറും. ഹാവോ, ഇച്ചിരി ആശ്വാസം. അയ്യോ, അണ്ണൻ പോയില്ലായിരുന്നു. സംഭവം ക്ലൈമാക്സിൽ ഗില്ലിയുടെ വണ്ടി ആരോ കത്തിക്കും. ആ കത്തുന്നതിന്റെ മണം പിടിച്ചാണ് അണ്ണൻ പടം തീർക്കാൻ സംഭവ സ്ഥലത്ത് വന്നേക്കുന്നത്. പേര് ഗില്ലി ബാല എന്നാണെങ്കിലും കയ്യിലിരിപ്പ് മുഴുവൻ ബാലയുടേതാണ് കേട്ടോ. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. I'm the truth. I'm the truth. ഒരു സൈഡിൽ ബാലയെ വിളയാടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ജൂനിയർ NTR വിളയാടുന്നു. അവസാനം ഏട്ടനെ ചെന്നൈ സ്റ്റാർ പിടിക്കും. നിന്നോട് ഞാൻ പറഞ്ഞാലടാ, ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല. ഇതുപോലെ എത്ര പിള്ളേര് വന്നു പോയതാ സാറേ. ഓഫ്, എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ ഏട്ടാ. അവസാനം ബാലയെയും ജൂനിയർ NTR CM-നെ പൂട്ടും. ഏട്ടൻ ജയിലിലുമാവും. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും SJ സൂര്യയെ അവർ ഇമ്പോർട്ട് ചെയ്തു. മോശം പറയരുതല്ലോ, ആ ഒരു സീൻ നല്ല കിടുവായിട്ട് മൂഞ്ചിയിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് പുറത്തിറങ്ങ്. അപ്പൊ ചുറ്റും കേൾക്കാൻ പോകുന്നത് ഒന്ന് മാത്രം. ഈ സീസൺ ഞങ്ങൾ അങ്ങ് റാഞ്ചിയുന്നു. പാവങ്ങൾ ഫോർത്ത് വോൾ ബ്രേക്കിംഗ് ഒക്കെ നടത്തി നമ്മൾ പടം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷ എഴുതി പിടിപ്പിച്ചതാ. എന്ത് ചെയ്യാൻ, യോഗമില്ല അമ്മിണിയേ. ഓസ്കാർ ബ്രദേഴ്സിന്റെയും ഗില്ലി ബ്രദേഴ്സിന്റെയും OG അഴിഞ്ഞാട്ടം കാണാൻ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് അണ്ണാ. ഉടനെ ഇറക്കി വിട്, നമുക്ക് 1 മാസത്തെ കഞ്ഞിക്കുള്ള വകയാവും അത്. ഫീൽഡിൽ കയറും മുമ്പേ ഫീൽഡോട്ടായ ഡയറക്ടറിനോട് സഹതാപം മാത്രം. എന്തായാലും ഒന്നുറപ്പാ, വന്നവനും നിന്നവനും കഥ എഴുതിയവനും പാട്ടെഴുതിയവനും പടം പിടിച്ചവനും അവൾക്കൊപ്പം. ഹേ ട്രോള് ബാരി ബാരി എങ്ങോട്ടേത്, ഊക്ക് കിട്ടി മേലോട്ടേത്, നാട്ടുകാര് ഊക്കിവിട്ട ആട്ടം ഇത്, ഊക്കിയാലും തീരാത്തെന്ത്, അപരാധം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കയറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.